വിശുദ്ധിയുടെ പുണ്യ റമദാൻ കാലമാണ് ഇത്. പ്രാർത്ഥനയും ദാനധർമ്മങ്ങളുമെല്ലാമായി വിശ്വാസികൾ ഉള്ളുരുകി പടച്ചവനെ പ്രാർത്ഥിക്കുന്ന പുണ്യകാലം. ജീവിതക്രമങ്ങളിലും ജോലി സമയത്തിലുമൊക്കെ വലിയ മാറ്റങ്ങളാണ് ഇക്കാലത്ത് റമദാൻ കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളത്. ജോലി സമയം, ആഘോഷങ്ങൾ, സ്കൂളുകളുടെയൊക്കെ പ്രവർത്തന സമയം, അതോടൊപ്പം തന്നെ ആകെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ റമദാൻ സീസണിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് സർക്കാർ ഓഫീസുകളുടെയൊക്കെ പ്രവർത്തന സമയമാണെങ്കിൽ അത് രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ സർക്കാർ ഓഫീസുകൾ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് പ്രവർത്തിക്കുക. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലാണ് ദുബായിൽ ഈ ഒരു നിയമം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രവർത്തനത്തിൽ മാറ്റമുണ്ടാകും. തിങ്കൾ മുതൽ വ്യാഴം വരെ ഈ രീതിയിൽ പോവുകയും വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് പ്രവർത്തന സമയം. അതുപോലെ തന്നെയാണ് മറ്റ് പലയിടങ്ങളിലും. ഒമാനിൽ ഇതുപോലുള്ള സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുക. ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം സർക്കാർ ഓഫീസുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഒക്കെ പ്രവർത്തന സമയത്തിൽ ഈ സീസണിൽ മാറ്റമുണ്ടാകും. വാഹനങ്ങളുടെ സൗജന്യ പാർക്കിംഗ് സമയക്രമത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അബുദാബിയിലും ദുബായിലും ഷാർജയിലും ഒക്കെ പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഷാർജയിലാണെങ്കിൽ രാത്രി അർദ്ധരാത്രി വരെ 12 മണി വരെ പാർക്കിംഗ് പെയ്ഡ് പാർക്കിംഗ് ആണ്. ദുബായിൽ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയം അല്പസമയം സൗജന്യമാണ് പാർക്കിംഗ്. അതിനുശേഷം 10 മണിക്ക് അവസാനിക്കേണ്ടിയിരുന്ന സൗജന്യ പാർക്കിംഗ് അത് 12 മണി വരെയാക്കി നീട്ടിയിട്ടുണ്ട്. അബുദാബിയിലും ഇത്തരത്തിൽ മാറ്റങ്ങളുണ്ട്. ഇങ്ങനെ പാർക്കിംഗ്, ഗതാഗത നിയമങ്ങൾ, മറ്റ് ഗതാഗത നിയമങ്ങളിലൊക്കെ മാറ്റമുണ്ട്. സാലിക്ക് പോലുള്ള കാര്യങ്ങളിൽ സമയക്രമത്തിലൊക്കെ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ റമദാനിൽ എല്ലാവരും കൃത്യമായി ഓർക്കേണ്ടതുമാണ്. ഇത്തരത്തിലുള്ള റമദാൻ ടെൻറ്റുകളാണ് ഈ റമദാൻ സീസണിൽ ഏറ്റവും അധികം നമുക്ക് പലയിടത്തും കാണാൻ കഴിയുക. ഇത് ഇപ്പോൾ ദുബായിലെ അൽനാദയിലെ കാഴ്ചയാണ്. ഇതുപോലെ പള്ളികൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള റമദാൻ ടെൻറ്റുകൾ ഉണ്ടാകും. നോമ്പെടുക്കുന്ന ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. പലയിടത്തും ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും, യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളില്ലാത്ത ആളുകളോ ഉള്ള ആളുകളോ ഒക്കെ ആയിരിക്കും. ആർക്ക് വേണമെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്ത്, ഇഫ്താറിൻ്റെ സമയത്ത് ഇവിടെ വരാം. നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ, പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യേക സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ടാകും. സന്നദ്ധ സംഘടനകളും സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും എല്ലാം ചേർന്നാണ് ഇത്തരത്തിലുള്ള ഈ ഇഫ്താർ ടെൻറ്റുകളൊക്കെ ഒരുക്കുന്നത്. ദുബായ് ചാരിറ്റിയിൽ നിന്നുമാണ് ഇതിനുള്ള അനുമതി, ഇഫ്താർ ടെൻറ്റുകളുടെ പ്രവർത്തനത്തിനുള്ള അനുമതി വാങ്ങേണ്ടത്. അതോടൊപ്പം തന്നെ ദുബായിലാണെങ്കിൽ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ അനുമതി വാങ്ങണം. അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസിൻ്റെ അനുമതി വാങ്ങണം. അവരൊക്കെ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണ് ഇഫ്താർ ടെൻറ്റുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. അതിന് പ്രത്യേക അപേക്ഷ നൽകി അനുമതി എടുത്തതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഇഫ്താർ ടെൻറ്റുകൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. സമയത്തിന് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് നോമ്പ് തുറക്കാനുള്ള അത്രയും കരുതൽ കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇഫ്താർ കിറ്റുകളുടെ വിതരണം അതും നോമ്പ് കാലത്ത് നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളൊക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ രജിസ്ട്രേഡ് ആയിട്ടുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ പലയിടത്തും ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യും. ആളുകൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വഴികളിൽ, റോഡുകളിൽ അടക്കം കാണാം. വാഹനം നമ്മൾ നിർത്തുമ്പോൾ നമ്മുടെ അരികിൽ വന്ന് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ആളുകൾ തരുന്നത്. അത്രയും കരുതൽ, സ്നേഹം, കരുണ എല്ലാം തന്നെ കാണിക്കുന്ന ഒരു സമയമാണ് പുണ്യ റമദാൻ എന്ന് പറയുന്നത്. അതോടൊപ്പം ലേബർ ക്യാമ്പുകളിലാണെങ്കിൽ മലയാളികൾ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യും. 100 കണക്കിന് 10,000 ഇഫ്താർ കിറ്റുകളൊക്കെ പല സംഘടനകളും ഈ സമയത്ത് വിതരണം ചെയ്യാറുണ്ട്. എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാവർക്കും നോമ്പെടുക്കാനും നോമ്പ് തുറക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ നൽകുക. അത് പ്രവാസികളാണെങ്കിലും ഇവിടെയുള്ള സ്വദേശികളാണെങ്കിലും എല്ലാവരും ഒരേ മനസ്സോടു കൂടിയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്.
ഒമാനിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. റമദാൻ പരിഗണിച്ചുകൊണ്ട് തന്നെ നോമ്പെടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ക്ഷീണമെല്ലാം ഉണ്ടാകും. അതിനനുസരിച്ച് അവരെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാത്ത സമയക്രമമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം. അതോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയത്തിനുമൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് 6 മണിക്കൂർ ജോലിയിൽ അധികമാകാൻ പാടില്ല. ഒരു ദിവസം പരമാവധി 6 മണിക്കൂറാണ് ജോലി ചെയ്യാവുന്നത്. അതായത് സാധാരണ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നതിൽ 2 മണിക്കൂർ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. 6 മണിക്കൂർ, ആഴ്ചയിൽ പരമാവധി 30 മണിക്കൂർ. ഇതിലധികം ജോലി ചെയ്യിക്കരുത് എന്നാണ് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഒക്കെ നിർദ്ദേശം. ഇസ്ലാം മത വിശ്വാസികൾ പാലിക്കേണ്ട 5 സ്തംഭങ്ങളുണ്ട്. അതാണ് ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം. അതോടൊപ്പം തന്നെയാണ് പ്രാർത്ഥന, സക്കാത്ത് കൊടുക്കൽ, ഹജ്ജ്, റമദാനിലെ വ്രതം. ഇതൊക്കെ തന്നെയാണ് ഈ 5 സ്തംഭങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാര്യം ഓർക്കേണ്ടത് സക്കാത്താണ്. നോമ്പ് കാലത്ത് അല്ലെങ്കിൽ റമദാൻ കാലത്ത് എല്ലാവരും കൈ അയച്ച് മറ്റുള്ളവരെ സഹായിച്ച് ചേർത്ത് നിർത്തും. പക്ഷേ അത് വേണ്ട രീതിയിൽ അർഹതയുള്ള ആളുകളിലേക്കാണ് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളിലും പ്രത്യേക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ദുബായിലാണെങ്കിൽ ദുബായ് ചാരിറ്റി പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മതം അനുശ്വാസിക്കുന്ന വിധത്തിലുള്ള നിയമങ്ങളൊക്കെ ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സക്കാത്തൊക്കെ നൽകേണ്ടത് എന്ന് അധികൃതർ കൃത്യമായിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. സ്വയം നമ്മൾ നോമ്പ് തുറക്കുന്നത് പോലെ തന്നെയാണ് മറ്റൊരാൾക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അതും ഇസ്ലാം മത വിശ്വാസ പ്രകാരം ഏറ്റവും പ്രധാനമാണ് റമദാനിൽ. അതിനുള്ള സൗകര്യങ്ങൾ നിരവധി പ്രവാസി സംഘടനകൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ UAE-യിലാണെങ്കിൽ ദുബായിലും ഷാർജയിലും അബുദാബിയിലും എല്ലാം പ്രവാസി മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി ഇടങ്ങളിൽ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യും. ലേബർ ക്യാമ്പുകളിലൊക്കെ ആണെങ്കിൽ ആയിരക്കണക്കിന് ഇഫ്താർ കിറ്റുകളാണ് വിതരണം ചെയ്യുക. അത് ഉച്ചയോടുകൂടി തന്നെ അത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് പ്രത്യേക വാഹനങ്ങളിൽ ലേബർ ക്യാമ്പുകളിൽ എത്തിച്ചാണ് വിവിധ സംഘടനകൾ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുക. അതോടൊപ്പം തന്നെ മർക്കസ് പോലുള്ള വിശ്വാസ സ്ഥാപനങ്ങളും ഇതുപോലുള്ള അല്ലെങ്കിൽ പണ്ഡിതരുടെ സ്ഥാപനങ്ങളും ഒക്കെ ഇതുപോലുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മർക്കസിൻ്റെ ഒക്കെ മുന്നിൽ അതിവിശാലമായിട്ടുള്ള സൗകര്യങ്ങളാണ് എല്ലാ വർഷവും നോമ്പ് തുറക്കാൻ വേണ്ടിയും ഒരുക്കിയിട്ടുണ്ടാകുക. എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവിടെ വരികയും നോമ്പ് തുറക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് മതപണ്ഡിതരുടെ സന്ദേശങ്ങളും ഉണ്ടാകും, റമദാൻ സന്ദേശങ്ങളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു പുണ്യ റമദാൻ, ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ വിശുദ്ധീകരിക്കുന്ന പുണ്യ റമദാൻ. ഈ പുണ്യമാസം, ആ മാസത്തെയാണ് എല്ലാ വിശ്വാസികളും നെഞ്ചോട് ചേർക്കുന്നത്.